അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ വിദേശ സർവകലാശാലയിലെ വിദ്യാർത്ഥികളോട് സംവദിക്കുകയാണ് ഇത്തരത്തിൽ ചൈനയ്ക്ക് പ്രശംസയും രാജ്യത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശവും രാഹുൽ പ്രതിപക്ഷ നേതാവ് നടത്തിയത് എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ കാണുന്നു? അത് പറഞ്ഞില്ലെങ്കിലല്ലേ എന്തെങ്കിലും തരത്തിൽ നമുക്ക് ചോദിക്കേണ്ടതുള്ളൂ. കാരണം രാഹുലിന്റെ DNA ഭാരതീയോ അല്ല. രാഹുലിന്റെ DNA എന്ന് പറയുന്നത് രാജ്യവിരുദ്ധരുടെ, രാജ്യദ്രോഹികളുടെ DNA ആണ്. അപ്പൊ രാജ്യദ്രോഹികളുടെ DNA ഉള്ള രാഹുൽ ഗാന്ധി എന്നുള്ള പേര് വെച്ചതുകൊണ്ട് ഭാരതത്തിന്റെ ഏതെങ്കിലും താല്പര്യം സംരക്ഷിക്കും എന്ന് പ്രതീക്ഷിക്കുക വേണ്ട. അദ്ദേഹത്തിന്റെ DNA വിദേശ DNA ആണ്. അദ്ദേഹം വിദേശ താല്പര്യത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. 2008 അദ്ദേഹം ചൈനയുമായിട്ട് ഒരു ഉടമ്പടി ഒപ്പുവെച്ചിട്ടുണ്ട്. അന്ന് 2008 മൻമോഹൻ സിംഗ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ മൻമോഹൻ സിംഗ് അറിയാതെ ഈ രാജ്യത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്തൊരു മനുഷ്യൻ ചൈനയുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കിയതിനെ കുറിച്ച് ഏറെ കോൺട്രോവേഴ്സി ഉണ്ട്. ആ ഉടമ്പടി പ്രകാരമായിരിക്കാം ചൈനയെ പ്രശംസിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കണം, അദ്ദേഹം പ്രശംസിച്ചത് അമേരിക്കയിൽ വെച്ചിട്ടാണ്. ഇതേ അമേരിക്കയിലാണ് ടൈം മാഗസിൻ അശ്വിനി വൈഷ്ണവിനെ AI ബന്ധപ്പെട്ട ഇന്റലിജൻസ് രംഗത്ത് വളരെ കൂടുതൽ മുന്നോട്ട് പോകുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് മാത്രമല്ല ഉൽപാദന രംഗത്തും വളരെ കൂടുതൽ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രം അടുത്ത 5 വർഷത്തിനുള്ളിൽ ഏതാണ്ട് ലോകത്തെ 10 രാഷ്ട്രങ്ങളുടെ ഉള്ളിലേക്ക് ഭാരതം വരുമെന്ന് പ്രശംസിച്ചുകൊണ്ട് ടൈം മാഗസിനിൽ ഇന്ത്യയുടെ അശ്വിനി വൈഷ്ണവിന്റെ പേര് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലത്തെ ചർച്ചയിൽ അത് അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ തന്നെ സമ്മതിച്ചിട്ടുള്ളത്, അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധർ സമ്മതിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പരാമർശം വെറും രാജ്യദ്രോഹമാണ്. അത് അദ്ദേഹത്തിന്റെ DNA സ്വഭാവമാണ്. അതൊന്നും വിവരമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും കണക്കാക്കില്ല.